ഇത്ര ജന്തു എന്നൊക്കെ വിളിക്കുന്ന നികൃഷ്ട ജന്തു എന്നൊക്കെ വിളിക്കുക ഇവരാരാ? ഇവരും ഒരു വിഡോയാണ്. ഈ ബീവി എന്ന് പറയുന്ന പുള്ളിക്ക് അവരുടെ പേരെന്തുവാടി? ഷെഫീൻ അത്താത്തെ. അവരും ഒരു വിഡോയാണ്, ഞാനും ഒരു വിഡോയാണ്. സോ ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രേണു സുധിയായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി രേണു സുധിയുടെ കോണ്ടന്റ് എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ രേണു സുധീൻ്റെ കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ രേണു സുധീനെ കുറ്റം പറയുന്ന രീതിയിലായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ കുറ്റം എന്നല്ല, എൻ്റെ ഒരു സൈഡ് ഓഫ് ഒപ്പീനിയൻ അഗെയിൻസ്റ്റ് രേണു സുധി എന്ന് പറയുന്നത് ഭയങ്കര ഓപ്പോസിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ലിറ്ററലി ബിഗ് ബോസ് ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീഡിയോയിൽ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിനെ വളരെ പോസിറ്റീവായ രീതിയിലാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുള്ളത്. അത് ഈവൻ എൻ്റെ വീഡിയോ എടുത്ത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുള്ള ആൾക്കാർക്കും അറിയാം ഞാൻ എന്താണ് പറഞ്ഞത്, അല്ല ഏത് രീതിയിലാണ് ഞാൻ സംസാരിച്ചത് എന്നുള്ളതൊക്കെ. പക്ഷേ എന്നാൽ ഈ അടുത്ത് രേണു സുധിയും ഷെഫീന ബീവി എന്ന് പറയുന്ന വ്യക്തിയായിട്ടുള്ള ഒരു ഇഷ്യൂവിൻ്റെ കോൺട്രവേഴ്സീൻ്റെ പുറത്ത് ഞാൻ കുറച്ച് ആ ടോപ്പിക് എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. അതിൽ ഞാൻ രേണു സുധിയുടെ സൈഡും പിടിച്ചിട്ടുണ്ട്, എന്നാൽ ഷെഫീന എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിൻ്റെ അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്യുന്ന ആളുടെ പോയിന്റും വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ആ വീഡിയോ പോലും കാണാണ്ട്, ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാണ്ട് എന്നെ കയറി എന്തൊക്കെയൊക്കെയോ പറഞ്ഞൊരു സാധനം ഞാൻ ശ്രദ്ധിച്ചു. അത് സിമ്പിളായിട്ടില്ലല്ലോ, ഷെഫീനേൻ്റെ സൈഡ് പിടിച്ചൊരുത്തി വന്ന് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ രേണു സുധി, നിങ്ങൾ ആദ്യം വീഡിയോ മുഴുവൻ ഇരുന്ന് കാണും, കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറ. അല്ലാണ്ട് തംബ്നെയിൽ എഴുതിയ 2 വാക്കും ടൈറ്റിലിൽ എഴുതിയ 2 വാക്കും വെച്ചിട്ടല്ല ഒരു വീഡിയോയിൽ പറയേണ്ടത്. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് എൻ്റെ വീഡിയോ, ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ റിയാക്ഷൻ വീഡിയോ എടുത്ത് നോക്കിയാലും ഞാൻ വളരെ മാന്യമായ രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ പൊതുവെ ഒരാളോടുള്ള സംസാരമാണെങ്കിലും ഞാനൊരു ബന്ധം വെക്കുന്നതാണെങ്കിലും ഒക്കെ ആ ഒരു മാന്യതയിൽ തന്നെയാണ്. അപ്പം അതൊന്നും മനസ്സിലാക്കാണ്ട് എടിപിടി വടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അത് ദിറ്റ്സ് ഗോണ എഫക്റ്റ് യു എന്നേ പറയാനുള്ളൂ. എന്നാലും രേണു ചേച്ചിയുടെ പുതിയ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു മേക്കപ്പിൻ്റെ ഇടയിൽ അതിൻ്റെ മൂട്ടിൽ ഓൺലൈൻ മീഡിയക്കാർ വന്നിരുന്ന് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളും കൊടുക്കുന്ന റെസ്പോൺസസും. സോ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ഓരോരോ റെസ്പോൺസസ് ആയിട്ട് നോക്കാം. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങളാരും മറക്കണ്ട. ഇത്ര ജന്തു എന്നൊക്കെ വിളിക്കുന്ന നികൃഷ്ട ജന്തു എന്നൊക്കെ വിളിക്കുക ഇവരാരാ? ഇവരും ഒരു വിഡോയാണ്. ഈ ബീവി എന്ന് പറയുന്ന പുള്ളിക്ക് അവരുടെ പേരെന്തുവാടി? ഷെഫീൻ അത്താത്തെ. അവരും ഒരു വിഡോയാണ്, ഞാനും ഒരു വിഡോയാണ്. സോ അവരാരാ എന്നെ അവരെല്ലാരും കണ്ണടച്ച് പറയൂന്ന് പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ വന്ന ഇവരെ നല്ല ഇവരെക്കാളും വലിയ അപ്പന്മാര് വന്നാലും രേണു സുധിക്ക് പേടിയില്ല. അല്ലെങ്കിലും റിയാക്ഷൻ വീഡിയോക്കാര് അവരുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം എന്താ? അല്ലെങ്കിൽ നമ്മളെല്ലാവരും വീഡിയോ ഇടുന്നത് നിങ്ങൾ പേടിക്കാൻ വേണ്ടിയിട്ടും അല്ല. ഇവിടെ ഷെഫീന ബീവി ആയിട്ടുള്ള പ്രശ്നത്തെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. ഷെഫീന എന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ ജന്തു എന്ന് വിളിച്ചതിനെ നിങ്ങൾ ഭയങ്കര മിസ്റ്റേക്ക് പോലെ പറഞ്ഞു. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ജന്തു എന്ന് പറയുന്ന ഒരു സാധനം ഈ ലോകത്തുള്ള എല്ലാ ജീവികളെയും വിളിക്കുന്ന ഒരു പേരാണ് എന്നുള്ളത്. എല്ലാം നിങ്ങൾ തന്നെയാണ് പറയുന്നത്, സോ ജന്തു എന്ന് വിളിച്ചത് നിങ്ങൾക്ക് മോശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫൈൻ, മോശമാണ്. അപ്പം എൻ്റെ വീഡിയോയിലൊന്നും ഞാൻ ഒരിക്കലും രേണു സുധി എന്ന് പറയുന്ന വ്യക്തിനെ ഈ രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിച്ചാലും ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യില്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്. അവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു മോശമായ രീതിയിൽ നിങ്ങളോട് വർത്തമാനം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ റിയാക്ട് ചെയ്യാൻ ആഗ്രഹം ആ രീതിയിൽ റിയാക്ട് ചെയ്യാം. നിങ്ങളതിനെ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും കൂടെ അതിനെ റിയാക്ട് ചെയ്തു. ആ കോണ്ടന്റ് എടുത്ത് വെച്ചിട്ട് ഷഫീന എന്ന് പറയുന്ന വ്യക്തി അതിനെ റിയാക്ട് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയണ്ടേ? ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നത് നിങ്ങളാരും പേടിക്കാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ യൂട്യൂബിൽ ഞാൻ ഈ തരത്തിലുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ കിട്ടിയിട്ടുള്ള കോണ്ടന്റ് ഇതായതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നു, സംസാരിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. ഇവളമാർക്ക് എന്ത് യോഗ്യതയാണ് എന്നെ പറയാൻ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവരാണ് എനിക്ക് വീട് വെച്ച് തന്നത്. എനിക്ക് ഒരുത്തിയും വീട് വെച്ച് തന്നിട്ടില്ല. മക്കൾക്ക് വേണ്ടിട്ട് വെച്ച് തന്നാന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവരാരാണ് എന്നെ പറയാൻ? ജന്തു, നികൃഷ്ട ജീവി, ഇറങ്ങി പോടിയെന്നൊക്കെ. ഈ പുള്ളിക്കാരി ഈ താത്തയുടെ കെട്ടിയോനുണ്ടാക്കിയ വീട്ടിലല്ല രേണു സുധി നിൽക്കുന്നത്. കൊല്ലസുധിച്ചേട്ടന്റെ മക്കളുടെ പേരിലുള്ള വീട്ടിൽ ആണ് നിൽക്കുന്നത്. അത് ഇളയ കുഞ്ഞിന് പ്രായപൂർത്തിയാകുമ്പോ എന്തായാലും വാടകയ്ക്കാണല്ലോ ഞാൻ ഇറങ്ങിപ്പോകും. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്.
ഓക്കെ, ഇവിടെ നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ നിൽക്കുന്ന വീട് എന്ന് പറയുന്നത് കൊല്ലം സുധിയുടെ മക്കൾക്ക് കൊടുത്തിട്ടുള്ള വീടാണ്. ഇപ്പോൾ പ്രസൻ്റ്ലി കൊല്ലം സുധിയുടെ വൈഫ് എന്ന് പറയുന്നത് നിങ്ങളാണ്. ആൻഡ് നിങ്ങളുടെ രണ്ടാമത്തെ കുട്ടി ഒരു ചെറിയ പ്രായമുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടീൻ്റെ കൂടെ അമ്മ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീട്ടിൽ നിൽക്കാം. നമ്മൾ നിങ്ങളോട് ആരോടും ആ വീട്ടിൽ നിൽക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളോട് ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ 24/7 ആ വീഡിയോ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ 24/7 ആ വീടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ആ വീട്ടിൽ ഒട്ടും ഹാപ്പിയല്ല. നിങ്ങൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കുറ്റങ്ങൾ പറയുന്നത്. അതിൻ്റെ ഫ്ലോർ റെഡിയല്ല, അത് റെഡിയല്ല, ഇത് റെഡിയല്ല, ഫിറോസിൻ്റെ പെരുമാറ്റം റെഡിയല്ല. അപ്പോൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ വീടൊരു വിഷയമാണ്. ബിഗ് ബോസിൽ പോയി വന്ന് കഴിഞ്ഞതിന് ശേഷം വരെ നമ്മൾ കരുതി ഈ ഒരു ടോപ്പിക് ഇവിടെ കഴിഞ്ഞു എന്ന് കരുതി അപ്പോഴും ഷാരിഖാൻ്റെ ഇൻ്റർവ്യൂവിൽ അഗെയിൻ ഇതൊരു ടോപ്പിക്കായി. അതുകൊണ്ടൊരു കോമൺ ആയി പറഞ്ഞതാ. രേണുസുതി ഇപ്പം അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ആക്ടിങ്ങും ഇനാഗ്രേഷനും ഇൻ്റർവ്യൂസൊക്കെ ചെയ്ത് നല്ലൊരു ഏണിങ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രത്തോളം ഹാപ്പി അല്ല ആ വീട്ടിലെങ്കിൽ നിങ്ങൾ മാറിപ്പോയിക്കോളൂ. അതിൽ ആ ഫിറോസ് നിങ്ങൾക്ക് വീടുണ്ടാക്കി തന്ന ഫിറോസും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ വീട് തിരിച്ചു തന്നോളൂ. അത് മാത്രമേ നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ വീഡിയോ കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള വ്യക്തികൾ എന്താ പറഞ്ഞതെന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി അറിയില്ല. അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എന്റെ കല്യാണം ആണെങ്കിൽ, സപ്പോസ് എന്റെ കല്യാണം ആണെങ്കിൽ എന്റെ ഭർത്താവായിട്ട് എന്തായാലും ഞാൻ ആ വീട്ടിൽ നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇറങ്ങിക്കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ഇവളമാരാരാ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ? പിന്നെ അതുപോലെ ഇന്നലെ വേറൊരു വ്ളോഗ്, താത്തയോട് കളിച്ചാലേ രേണുസുതി ഉദ്ദേശിക്കണമല്ല. അങ്ങനെ അവരെന്നാ ചെയ്യുമെന്നാ, അവരെനിക്കിട്ട് ഒന്നും ചെയ്യത്തില്ല. ഇതാണ് സംഭവം. രേണുസുതി പറഞ്ഞ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. രേണുസുതിൻ്റെ ഡിസിഷനാണ്. രേണുസുതി ഇന്ന് കല്യാണം കഴിച്ചാലും ഞാൻ ഒരിക്കലും കുറ്റം പറയാൻ പോകുന്നില്ല. കാരണം രേണുസുതിൻ്റെ ലൈഫിൽ ഒരു പാർട്ട്ണറെ വേണമെങ്കിൽ പാർട്ട്ണർ ആയിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല. പാർട്ട്ണറായിട്ട് വീട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്. ഇപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പാർട്ട്ണർ വന്ന് നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാം. ഇവിടെ നിങ്ങൾ താമസിക്കില്ല പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ ഋതപ്പൻ വലുതായിട്ടുണ്ടെങ്കിൽ വാടക വീട്ടിലോട്ട് പോകും. ഫൈൻ, വിഷയം കഴിഞ്ഞു. വേറെ ഇപ്പം ഇവിടെ എന്ത് ഇത്രമാത്രം വിഷയം എന്നുള്ളത് എനിക്കറിയില്ല. എന്നിട്ട് ഇന്നലെ വേറൊരു വ്ളോഗർ വന്നിട്ട് ഒരു പുള്ളിക്കാരി എന്റെ കുറ്റം പറഞ്ഞ് 4 ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശ് ഉണ്ടാക്കുന്നവളുമാരാണ് ഇവളുമാര്. ഈ ഇവളുമാർക്ക് എന്നെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ ഒന്നാമതായിട്ട് അഭിനയിച്ചാണേലും ഇനോഗ്രേഷൻ ചെയ്താണേലും ആൽബം ചെയ്താലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താതാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടി. ഇവളുമാരെ പോലെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചോണ്ട് പറയുവല്ല രേണുസുതി. എന്നെ കുത്തിയ പോലെ തോന്നിയ ഒരു കാര്യമില്ല. ഞാൻ രേണുസുതിനെ നെഗറ്റീവായ രീതിയിൽ അല്ലെങ്കിൽ രേണുസുതിക്ക് ഇത്രത്തോളം ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഞാൻ എൻ്റെ ചാനലിലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ 4 ചുവറിനുള്ളിലാണ് എൻ്റെ കയ്യിൽ മൈക്കില്ല, എൻ്റെ കയ്യിൽ ഫോണ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഏണിങ് ഉണ്ടാക്കുന്ന ഇതിൽ നിന്ന് മാത്രമല്ല, ഞാൻ അസലൊരു ഡി അഡിക്ഷൻ സെൻറ്ററിലെ കൗൺസിലറാണ്. 3 കൊല്ലമായി വർക്ക് ചെയ്യുന്ന ഒരു കൗൺസിലറാണ്. അപ്പം ഞാൻ അതിൽ കൂടി ഏണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ സ്പേസ് ആണ്. അവിടെ ഏത് കോണ്ടന്റ് ഇടണം, ഏത് രീതിയിൽ വീഡിയോ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീഡിയോയും കോണ്ടന്റും മാത്രമേ ഞാൻ എന്ത് ചെയ്യൂ, എൻ്റെ ചാനലിൽ ഞാൻ എന്ത് ചെയ്യൂ, അപ്ലോഡ് ചെയ്യൂ. അതുപോലെ രേണുസുതിക്ക് ആക്ടിങ് ആണ് ഇഷ്ടമെങ്കിൽ രേണുസുതി ആക്ട് ചെയ്യൂ, ഇനാഗ്രേഷൻ ആണെങ്കിൽ ഇനാഗ്രേഷൻ ചെയ്യൂ, അത്രയേ ഉള്ളൂ. ഇവിടെ ഈ ഒരു സാധനം ഞാൻ എടുത്ത് പറയാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, അന്ന് വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ ഒരു പേര് ഇൻഡയറക്ട്ലി മെൻഷൻ ചെയ്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കണ്ടിരുന്നു. ആദ്യം നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് കാണുക, കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക. പിന്നെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് എന്ത് ചെയ്യാം, സംസാരിക്കാം, റെസ്പോണ്ട് ചെയ്യാം. പക്ഷേ എല്ലാ യൂട്യൂബേഴ്സിനെയും ഒരുപോലെ ജനറലൈസ് ചെയ്യാൻ പാടില്ല. വളരെ മാന്യമായി റിയാക്ഷൻ വീഡിയോ ലെവലിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. സോ അത്രയേ പറയാനുള്ളൂ. കുട്ടി വീഡിയോ ആണ്. ദാറ്റ്സ് ഇറ്റ്. ബൈ.